എല്ലാവർക്കും തന്നാടൻ വ്ളോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നെക്സ്റ്റ് എന്താ ചെയ്യാനിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരു ഹൽവ ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഹൽവ ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആൻഡ് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്. അപ്പോൾ അതും കൂടെ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും ആ നോട്ടിഫിക്കേഷൻ കൂടെ കിട്ടും. അപ്പോൾ നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് ഗോതമ്പ് പൊടി, അതായത് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ഞാൻ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആട്ടപ്പൊടി ഇല്ലേ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ച് മിക്സാക്കി എടുക്കുക. ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, ആ ഒരു പരുവത്തിലാക്കി എടുക്കുക. ഉപ്പൊന്നും ചേർക്കണില്ല കേട്ടോ, വെറുതെ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ് ചെയ്യണേ. കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് മിക്സാക്കി എടുക്കുക. നമ്മളിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചപ്പാത്തി എടുത്തില്ലേ, ആ ഒരു കപ്പിൽ തന്നെ ഒരു 3 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിക്കണത്. 3 കപ്പ് അളന്നൊഴിക്കാം. നമ്മുടെ ആട്ടപ്പൊടി അതിനകത്ത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ ആക്കി വെക്കുക. ഇനി നമ്മളിതൊരു 1 മണിക്കൂർ വെക്കുക. 1 മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ ഇത് കറക്റ്റ് ഇതിന്ന് കുതിർന്നിട്ട് പാലൊക്കെ നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് ആ പാലെടുത്തിട്ടാണ് നമ്മൾ ഗോതമ്പ് ഹൽവ ഉണ്ടാക്കാനായിട്ട് പോണത്. ഞാൻ ശർക്കര ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഹൽവയിൽ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ആഡ് ചെയ്യുന്നത്. പഞ്ചസാര ആണെങ്കിലും ചേർക്കാം ഇതിന് പകരമായിട്ട്, കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു 250 ഗ്രാം ശർക്കര എടുക്കുന്നുണ്ട്. അത് ഓരോരുത്തർക്കും മധുരത്തിന് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. എന്തോരം മധുരം വേണം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. കുറച്ച് നേരം ഇങ്ങനെ വെക്കുക, ഒന്ന് മെൽറ്റാവട്ടെ. ഇപ്പോൾ ഇത് ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കിയിട്ട് മാറ്റി വയ്ക്കാം തണുക്കാനായിട്ട്. ഇപ്പോൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് പാല് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കണം. നന്നായിട്ട് ഇത് കൈ കൊണ്ട് ഇങ്ങനെ മിക്സാക്കി എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിൽ നിന്നുള്ള പാലിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും. പിന്നെ നമ്മളിത് അരിച്ചെടുക്കണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമ്മളൊരു പാത്രം വെച്ചിട്ട് ഇതിലേക്ക് അരിച്ചെടുക്കാം. കണ്ടോ, നമുക്ക് പൊടി തീരെ വേണ്ട, നമുക്കതിൻ്റെ പാല് മാത്രം മതി. നന്നായിട്ട് അരിച്ചെടുക്കുക. ഇതേ കണ്ടോ, അതുപോലെ കിട്ടും. ഇനി നമുക്ക് വേസ്റ്റ് കളയാം. എന്നിട്ടിത് ഒരു 2 വട്ടം കൂടെ ചെറിയ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിതേ പാല് 3 പ്രാവശ്യം അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂറും കൂടെ ഇങ്ങനെ വെക്കണം. അപ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളം സെപ്പറേറ്റ് ആയിട്ട് വരും. ആ വെള്ളം നമുക്ക് ആവശ്യമില്ല, നമുക്ക് കളഞ്ഞിട്ട് അടിയിൽ വരുന്ന പാല് മാത്രമാക്കിയിട്ട് എടുക്കണം. പിന്നെ ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ പാല് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, അടിയിലായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വെള്ളം മാറ്റിയെടുക്കാം. പാലത്തിൻ്റെ കൂടെ വരാതിരിക്കാൻ നോക്കണം കേട്ടോ.
അപ്പോൾ അതാണ് നമുക്ക് ഇത്രയും പാല് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ വേണ്ട വെള്ളം, ഇത്രയും വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് കളയാൻ ആവശ്യമില്ല. ഇനി നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാൻ പോവാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ. ഇത് വറുത്ത അരിപ്പൊടിയാണ് ചേർക്കണത്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇന്ന് നമ്മൾ ചേർക്കാനായിട്ട് പോണത് അരമുറി തേങ്ങ എടുത്തിട്ടുള്ള പാലാണ് ചേർക്കാനായിട്ട് പോണേ. അതും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം കൂട്ടി അരച്ചാലൊന്നും കുഴപ്പമില്ല. നന്നായിട്ട് മിക്സ് ആക്കാം. നമ്മളൊരു പാൻ വെച്ചിട്ട് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. കാഷ്യൂ നട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ഇട്ടിട്ടുള്ളത്. നെയ്യൊന്ന് ചൂടായി വന്നിട്ട് അതിലേക്ക് കാഷ്യൂ നട്ട് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മതി. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് തേങ്ങാപ്പാലും ഗോതമ്പിൻ്റെ പാലും കൂടിയുള്ള മിക്സ് നമുക്ക് കുറുക്കിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. കുറച്ചൊന്ന് കുറുകി വന്നു കഴിയുമ്പോൾ നമുക്ക് ശർക്കര പാനിയാക്കി വെച്ചത് ഇതിനകത്തേക്ക് ചേർക്കാം. നേരത്തെ പറഞ്ഞിട്ടുണ്ടായി അതിന് പകരമായിട്ട് പഞ്ചസാര ആണെങ്കിലും എടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. അതുകൊണ്ട് നമ്മളിത് കൈ എടുക്കാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. വെച്ചിട്ട് എവിടേക്കും പോകരുത്. പെട്ടെന്ന് തന്നെ കുറുകി വരും. നമുക്ക് ഇപ്പോൾ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ ഇത് ഇളക്കി വന്നപ്പോൾ കുറച്ച് കട്ട പിടിച്ചു. ഇപ്പോൾ ഏകദേശം ഇളക്കി ഒന്ന് റെഡിയാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൈ എടുക്കാണ്ട് ഇളക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ച് വരും. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഇവിടെ എൻ്റെ കയ്യിൽ അധികം ഇല്ലാത്ത കാരണം ഞാനൊരു 2-3 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുണ്ടായുള്ള ഏലക്ക ഉള്ളതുപോലെ ചേർത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുറച്ചായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ നെയ്യാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയും നെയ്യും ഈക്വലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ആഡ് ചെയ്യാം. എന്നിട്ട് മിക്സായി എടുക്കാം.
നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കില്ല. വെള്ളമൊക്കെ വറ്റി ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവാവും. അതുവരെ ഇളക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറച്ചും കൂടെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ടും പിന്നെ അതിൻ്റെ കൂടെയുള്ള നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ ഇതാ നമ്മുടെ അലുവതേ പാത്രത്തിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതാ നമ്മൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് സ്പ്രെഡാക്കി വെച്ചിട്ടുണ്ട്. നമ്മളതിലേക്ക് ഈ അലുവ എടുത്തിട്ട് മാറ്റാൻ പോവാണ്, സെറ്റാവാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള ഇഷ്ടമുള്ള പാത്രം എടുക്കാനായിട്ട് പറ്റും. ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു 4 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. എത്ര നേരം കൂടുതൽ വെക്കണം അത്ര നല്ലതാണ്, നന്നായി സെറ്റായിട്ട് കിട്ടും. 4 മണിക്കൂറോളം വെച്ചിട്ട് നമുക്ക് നോക്കാം സെറ്റായിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നമുക്കൊരു പ്ലേറ്റ് മേലെ വെച്ചിട്ട് കമത്തിയെടുക്കാം. അപ്പോൾ ഇതേ ഹൽവ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഒരു ഫോർക്കിൻ്റെ ബാക്ക് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത്. സോഫ്റ്റ് ഹൽവ റെഡി. കുടു കുടു കുടു.